ഗുഡ് മോർണിംഗ്. ന്യൂടെക് മീഡിയ സൊല്യൂഷനാണ്. നമ്മൾ കോട്ടയത്ത് തിരുവാതിക്കൽ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു സൈറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ നേരത്തെ വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തരുമെന്ന്. അപ്പോൾ അതിവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് ഗേറ്റിൻ്റെ മാനുഫാക്ചറിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഗേറ്റിൻ്റെ ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട്, പിന്നെ ലേസർ കട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം മറക്കാതെ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, എന്നാലേ ഞങ്ങൾ അയക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. കാര്യത്തിലേക്ക് കിടക്കാം. ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ലേസർ കട്ടിങ് ഗേറ്റാണ്. ഇത് 1.6 mm ജപ്പാൻ ഷീറ്റിലാണ് ഈ ലേസർ കട്ടിങ് ചെയ്തിരിക്കുന്നത്. ഇത് മെഷീനിലാണ് കട്ട് ചെയ്യുന്നത്, മാനുവൽ കട്ട് ചെയ്യുന്ന രീതിയല്ല. പിന്നെ അതുപോലെ തന്നെ ഇത് ടോട്ടൽ ലെങ്ത് വരുന്നത് 14 അടി ലെങ്താണ് വരുന്നത്. 14 അടി ലെങ്തും പിന്നെ ഇതിൽ വരുന്നത് മോട്ടർ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1.5 അടി കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതൊരു ഹെവി ഗേറ്റാണ്. വലിയ ലെങ്ത് വൈസ് ഹെവിയാണ്, നീളം കൂടുതലാണ്. കാരണം കസ്റ്റമർക്ക് ഓപ്പണിങ് കൂടുതൽ വേണമായിരുന്നു, അതാണ്. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഇതിനകത്ത് പറയാനൊക്കെയാണ് സ്പെഷ്യൽ ടൈപ്പ് വീലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഓടിച്ചിരിക്കുന്നത് കമ്പിയിലാണ് ഓടിച്ചിരിക്കുന്നത്, 10 mm കമ്പിയിലാണ് ഓടിച്ചിരിക്കുന്നത്, വീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ തന്നെ മാനുഫാക്ചർ ചെയ്ത് നമ്മൾ തന്നെ സപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മോട്ടറാണ് ഈ കാണുന്നത്, മോട്ടറാണ്, ഓട്ടോമാറ്റിക് മോട്ടറാണ്. ഇത് ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ടൈപ്പ് വീലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഒരു പക്ഷേ. ഇത് കമ്പിയല്ല ഇത് ഓടിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലുള്ള സപ്പോർട്ട് ഒരു നൈലോണായിട്ടുള്ള ഒരു വീലിലായി സപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സപ്പോർട്ട് ഈ തരത്തിലുള്ള രീതി ആയതുകൊണ്ട് ഒരിക്കലും സ്റ്റക്ക് ഉണ്ടാകത്തില്ല, നല്ല സ്മൂത്തായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമുക്കിപ്പം ഒരു കൊച്ചിനാണെങ്കിൽ പോലും കൈ കൊണ്ട് തള്ളിയാൽ ഇത് വർക്ക് ചെയ്യുന്ന രീതിയിലാണിത് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അടുത്ത് നമുക്ക് ഈ ലേസർ കട്ടിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. ഈ ലേസർ കട്ടിങ് നമ്മൾ ജപ്പാൻ ഷീറ്റല്ല ചെയ്തിരിക്കുന്നത്. ഇത് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഗ്ലാസ് ഇടാൻ വേണ്ടിയിട്ടല്ല ലേസർ കട്ടിങ് ചെയ്തിരിക്കുന്നത്. ഇത് പലതരത്തിലുള്ള ഡിസൈനിങ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. കസ്റ്റമറോട് ആലോചിച്ചതിന് ശേഷം ഒരു 5-6 ഡിസൈൻ എടുത്തിട്ട് ഏറ്റവും ഫൈനലായിട്ട് കസ്റ്റമറുടെ തീരുമാനപ്രകാരം ഫൈനൽ ചെയ്തിരിക്കുന്ന ഡിസൈനുകൾ. ഇതിന് മുകളിൽ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ തരത്തിലുള്ള എൻക്വയറികളോ ഈ തരത്തിലുള്ള ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ബന്ധപ്പെടാം. ഇവിടെ നമ്മൾ ഇത് മാത്രമല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്, CCTV ക്യാമറ നമ്മൾ ചെയ്തിട്ടുണ്ട്. IP ബേസ്ഡ് ആയിട്ടുള്ള CCTV ക്യാമറയാണ്. 2 MP WDR ഉള്ള CCTV ക്യാമറ ചെയ്തിരിക്കുന്നത്. മൊത്തം 8 ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട്ട് ബന്ധപ്പെടാം. ഓക്കെ, താങ്ക് യു.